മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ചപ്പാത്തിക്കൊപ്പവും അതുപോലെ തന്നെ പൂരിയോടൊപ്പമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി തയ്യാറാക്കുന്ന വിധം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കോളിഫ്ലവറും പൊട്ടറ്റോയും വെച്ചിട്ടാണ് നമ്മൾ ഈ മസാലക്കറി തയ്യാറാക്കി എടുക്കുന്നത്. ആദ്യം നമുക്ക് കോളിഫ്ലവർ കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ നമുക്കൊന്ന് ചൂടായി കിട്ടണം. വെള്ളത്തിലോട്ട് ലേശം ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് വെള്ളം ഒന്ന് ചൂടായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം ഒരു തിളയ്ക്കുന്ന പരുവായപ്പോഴത്തേക്കും ഇതിലോട്ട് ഞാൻ മീഡിയം വലുപ്പമുള്ളൊരു കോളിഫ്ലവർ ഇതളുകളൊക്കെ അടർത്തിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കണം. ഒരു 10 മിനിറ്റ് നമുക്ക് ഈ ഒരു രീതിയിൽ അടച്ചു വെക്കേണ്ടതുണ്ട്. കോളിഫ്ലവർ ഏകദേശം ഒരു 10 മിനിറ്റോളം ആ ചൂടുവെള്ളത്തിൽ ഞാൻ അടച്ചു വെച്ചിരുന്നു. അതിനുശേഷം വെള്ളമെല്ലാം വാർന്നതിന് ശേഷമാണ് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. മീഡിയം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങും അതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കുറച്ച് മസാലപ്പൊടിയൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു കോട്ടിംഗ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട. കൈകൊണ്ട് ഈ പൊടികളെല്ലാം ഇതിലൊന്ന് പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ മസാലയൊക്കെ പുരട്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ഈ മസാലക്കറി തയ്യാറാക്കി എടുക്കുന്നത്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ചപ്പാത്തിക്കൊപ്പമൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല കിടു കോമ്പിനേഷൻ തന്നെയാണ്. തേങ്ങ വറുത്തരച്ച് ചേർക്കുക ഒന്നും ചെയ്യുന്നില്ല. അല്ലാതെയാണ് നമ്മൾ ഈ മസാലക്കറി തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികൾ ആ പൊട്ടറ്റോയുടെയും കോളിഫ്ലവറിൻ്റെയും എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. പാനിലോട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നമ്മളിവിടെ ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല, ഒരു ഷാലോ ഫ്രൈ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി എല്ലാ പീസസും ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരണം. ഇളക്കി കൊടുത്ത് ആ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന ഒരു സമയം വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ഈ കോളിഫ്ലവർ മസാല തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു തവണ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ഈ കുഞ്ഞി ചാനലിന് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകരുത്. ചെറുതായിട്ട് നിറമൊക്കെ മാറി ഒന്ന് മുരിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് എടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള മസാലക്കൂട്ടും കൂടെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് മൺചട്ടിയിലോട്ട് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഈ കറി തയ്യാറാക്കി എടുക്കുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂണ് കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നപ്പോഴത്തേന് മീഡിയം വലുപ്പമുള്ള 2 സവോള ഇതുപോലെയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. പൊടിയായിട്ട് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും നമ്മൾ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്താൽ. അതോടൊപ്പം തന്നെ 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറി-ലീഫും ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഉള്ളി നല്ലതുപോലെ വഴന്ന് സോഫ്റ്റായി കിട്ടണം. നിറമൊന്നും മാറേണ്ട ആവശ്യമില്ല. എന്നാൽ നല്ല രീതിയിൽ തന്നെ വഴന്ന് സോഫ്റ്റായി കിട്ടുകയും വേണം. ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നമ്മൾ ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അതുപോലെ തന്നെ കറി തയ്യാറാക്കി എടുക്കുമ്പോൾ ഉള്ളിയുടെ പീസസ് ഒന്നും കാണാത്ത രീതിയിൽ ആ ഗ്രേവിയിലോട്ട് അലിഞ്ഞു ചേരുകയും ചെയ്യും. അതുപോലെ തന്നെ ഇഞ്ചിയുടെ പേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി 1/2 ടീസ്പൂൺ അളവിൽ. ഉള്ളിയൊക്കെ വഴന്ന് വന്നപ്പോഴത്തേക്കിന് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 3/4 ടേബിൾ സ്പൂണ് ഗരം മസാല പൊടിയും അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന എരിവുള്ള മുളക് പൊടിയുടെ അളവൊക്കെ ഒന്ന് കുറച്ച് ചേർത്താൽ മതി. പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറിയപ്പോഴത്തേക്കിന് മീഡിയം വലുപ്പമുള്ള 2 ടൊമാറ്റോ ഫൈനായിട്ട് അരച്ച പേസ്റ്റാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തക്കാളി തന്നെ എടുക്കണം, അല്ലെങ്കിൽ കറിക്കൊരു പുളിരസം ഉണ്ടാകും. ഇനി നല്ല രീതിയിൽ തന്നെ വഴറ്റി ആ തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ വഴറ്റി എടുക്കേണ്ടതുണ്ട്. തക്കാളിയൊക്കെ അരച്ച് ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ മസാലക്കറി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
മൺചട്ടിയിലാവുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇപ്പം നല്ല രീതിയിൽ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ആ കോളിഫ്ലവറും പൊട്ടറ്റോയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ മസാല കൂട്ടുമായിട്ട് ഈ കോളിഫ്ലവറും പൊട്ടറ്റോയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോളിഫ്ലവർ ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വേകും. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ വേകാനായിട്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ വെച്ച് കൊടുക്കേണ്ടതുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. വീഡിയോയിലാവുമ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പും പറഞ്ഞു തരുമ്പോൾ ഇച്ചിരി ലെങ്തായിട്ട് തോന്നുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മസാലയെല്ലാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഈ ഒരു രീതി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളൊരു ചിക്കൻ കറിയൊക്കെ എങ്ങനെയാണ് മസാല പുരട്ടി തയ്യാറാക്കി എടുക്കുന്നത്, ആ ഒരു രീതിയിലാണ് ഞാനിത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇളം ചൂടുവെള്ളം വേണം. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ കറിയുടെ ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ അത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള 1 കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനും. കോളിഫ്ലവർ നമ്മൾ ചെറിയ രീതിയിലൊന്ന് വറുത്തിട്ടാണല്ലോ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഇത് വെന്തങ്ങ് ഉടഞ്ഞു പോകത്തൊന്നുമില്ല. ആ പീസസ് ആയിട്ട് തന്നെ നമുക്ക് കറിയിൽ കഴിക്കാനായിട്ട് കിട്ടുകയും ചെയ്യും. അടച്ചു വെച്ചിട്ട് ഞാൻ ചെറിയ തീയിൽ ഇത് കുക്ക് ചെയ്തെടുക്കുകയാണ്. തീ കൂട്ടി വയ്ക്കല്, ചെറിയ രീതിയിൽ വെന്ത് വരുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ വറ്റി പൊട്ടറ്റോയുടെ പീസസും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 3-4 പീസ് പൊട്ടറ്റോയും കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. കറി ഒരു കുറുകിയ രീതിയിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ ഗ്രേവിയൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഇത് തയ്യാറാക്കി എടുക്കേണ്ടതാണ്. അവസാനം കുറച്ച് മല്ലിയില ചോപ്പിയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോഴത്തേക്കിന് ആ മസാലയെല്ലാം ഒന്നും കൂടി ഒന്ന് കുറുകി നല്ല റെഡി ആയിട്ട് വരികയും ചെയ്യും. ഇപ്പം നോയമ്പിൻ്റെ സമയമാണല്ലോ, വെജിറ്റേറിയൻ കറികളാണ് കൂടുതലും നമ്മുടെയൊക്കെ വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പിയും തയ്യാറാക്കി നോക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ ഗീ റൈസിനോടൊപ്പം നല്ല കോമ്പിനേഷനാണ് ഈ ഒരു കറിയും കൂടെ കൊടുത്തുവിട്ടാൽ. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ. നിങ്ങൾ ഇതുവരെയും എനിക്ക് തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇന്നും ഓരോ രീതിയിലൊക്കെ കോളിഫ്ലവറൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ വ്യത്യസ്ത രുചിക്കൂട്ടുകളൂടെ നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടണം. താങ്ക്സ് ഫോർ വാച്ചിങ്.